ഇന്ത്യയിലെ സ്പേസ് പ്രോഗ്രാം തുടങ്ങുന്നത് 63 നവംബറിലാണ്. അന്ന് ഒരു അമേരിക്കൻ റോക്കറ്റ് യൂറോപ്യൻ ഇൻസ്ട്രുമെൻസുമായിട്ട് ഇവിടെ തുമ്പയിൽ നിന്നും ലോഞ്ച് ചെയ്യുകയും അതുവഴിയാണ് ഇവിടുത്തെ സ്പേസ് പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നത്. ഡോക്ടർ സാരാഭായി ആണെങ്കിൽ ഈ സ്പേസ് പ്രോഗ്രാമിൻ്റെ പൊട്ടൻഷ്യൽ കാണുകയും അതിൻ്റെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക വ്യക്തിയായിരുന്നു. അപ്പോൾ SSTC എന്നുള്ള ഒരു സംവിധാനം, സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ, അദ്ദേഹം ഇവിടെ ന്യൂക്ലിയേറ്റ് ചെയ്തു. വേളി ഹിൽസിൽ ഇപ്പോൾ ഉള്ള ആ ഒരു സ്ഥാപനമാണ് ഇസ്രോ. ഇന്നത്തെ ഇസ്രോയുടെ തന്നെ മദർ സെൻറ്റർ എന്ന് പറയാം. എല്ലാത്തിൻ്റെയും ഉറവിടം ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ നിന്നാണ് പിന്നെ സാറ്റലൈറ്റ് സെൻറ്റർ ഉണ്ടാകുന്നതും സാറ്റലൈറ്റ് ലോഞ്ച് കോംപ്ലക്സ് ഉണ്ടാകുന്നതും പിന്നെ ട്രാക്കിംഗ് സ്റ്റേഷൻസ് ഉണ്ടാകുന്നതൊക്കെ ഇവിടുന്ന് പോയി ആൾക്കാരും ടീംസും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ ചെറിയ റോക്കറ്റുകൾ, പെൻസിൽ റോക്കറ്റുകൾ തന്നെ പറയാം. നമ്മളിപ്പോൾ ദീപാവലിക്ക് വിടുന്ന വലിയ റോക്കറ്റിൻ്റെ ആ വലിപ്പമുള്ള ഒരു റോക്കറ്റാണ് അന്ന് ആദ്യമായിട്ട് നമ്മളിവിടെ ചെയ്തത്. 69 മറ്റാണെന്ന് തോന്നുന്നു. അതിന് കഷ്ടിച്ചൊരു 5 കിലോഗ്രാം ഭാരം, ഒരു 10 കിലോമീറ്റർ പൊക്കത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹം നമുക്ക് ഒരു ഉപഗ്രഹം സ്വന്തമായി വിക്ഷേപിക്കാൻ കഴിയണം, അതിനു വേണ്ടിയിട്ടുള്ള റോക്കറ്റ് സാങ്കേതികവിദ്യ ഇവിടെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആശയം ഞങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയും അതിനുവേണ്ടി വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വളരെയേറെ പഠനങ്ങൾ നടത്തുകയും അതിൻ്റെ അവസാനമായിട്ടാണ് SLV-3 എന്നുള്ള പ്രോജക്റ്റ് രൂപകൽപ്പന ചെയ്യുന്നത്. അന്ന് ഡോക്ടർ അബ്ദുൽ കലാമിനെയാണ് അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായിട്ട് ആദ്യം മുതലേ തന്നെ ഉണ്ടായതാണ്. അദ്ദേഹം ISRO വിടുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു പറയാം. അപ്പോൾ SLV-3 പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഒരു 40 കിലോഗ്രാം ഭാരമുള്ള ഒരു ഉപഗ്രഹത്തെ ഭൂമിക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. ആദ്യത്തെ വിക്ഷേപണം പരാജയമായിരുന്നു. ആ പരാജയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ആ പാഠങ്ങളൊക്കെ പഠിച്ച് അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടുപിടിച്ച് ഒരു കൊല്ലത്തിൽ തന്നെ രണ്ടാമത്തെ വിക്ഷേപണം നടത്തി. 2ഉം 3ഉം 4ഉം വിക്ഷേപണങ്ങൾ വളരെ കൃത്യമായി തന്നെ പോയി. ഈ 40 കിലോഗ്രാം കൊണ്ട് നമുക്ക് കാര്യമായിട്ട് പരീക്ഷണങ്ങളൊന്നും നടത്താൻ കഴിയില്ല. അത് കാരണം ഒരു 150 കിലോഗ്രാം ഭാരം വരെ പോക്കാൻ കഴിയുന്ന ഒരു വാഹനം വേണമെന്നായി. അപ്പോൾ SLV-3ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത റോക്കറ്റുകൾ ഉപയോഗിച്ച് തന്നെ ASLV, അഡ്വാൻസ്ഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇറക്കുകയും അതിലെ 2 പരീക്ഷണങ്ങൾ പരാജയമായിരുന്നു. 3ഉം 4ഉം സക്സസ്സായി. ആ 2 പരീക്ഷണങ്ങൾ കൂടിയാണ് റോക്കറ്റ് ടെക്നോളജിയുടെ കോംപ്ലക്സിറ്റിയും അതിൻ്റെ മിസ്റ്ററീസും അതിൻ്റെ ഇൻട്രിക്കസീസും ഒക്കെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ റോക്കറ്റ് എന്ന് വെച്ചാൽ പ്രൊപ്പൽഷനുണ്ട്, കൺട്രോളുണ്ട്, സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഏവിയോണിക്സ് ഉണ്ട്, എയറോഡൈനാമിക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടി ഡിസിപ്ലിനറി ടാസ്കിൽ അതിൻ്റെ ഇൻട്രാക്ഷൻസും അതുമായിട്ടുള്ള എന്തൊക്കെയാണ് വഴിതെറ്റി പോകാനുള്ള കാരണങ്ങൾ എന്നതിനെ പറ്റിയൊക്കെ കാര്യമായി പഠിക്കാൻ കഴിഞ്ഞത് ASLV കൂടെയായിരുന്നു. ഭൂനിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള IRS സീരീസിലുള്ള ഉപഗ്രഹങ്ങൾ ഇവിടെ ബാംഗ്ലൂരിലെ ISRO സെൻട്രൽ ഡെവലപ്പ് ചെയ്തിരുന്നു. ആ ഉപഗ്രഹങ്ങൾ നമുക്ക് ഈ 150 കിലോഗ്രാം ഒതുങ്ങുന്നതല്ല, ഏകദേശം ഒരു 500 കിലോഗ്രാമിന് മുകളിൽ വരും. അത് കാരണമാണ് അന്ന് റഷ്യയുടെ റോക്കറ്റുകൾ ഉപയോഗിച്ച് ആര്യഭട്ട, ഭാസ്കര എന്ന 2 ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിക്കുകയുണ്ടായി. ആ വിക്ഷേപണം വളരെ സക്സസ് ആയിരുന്നു. അപ്പോൾ അതിനെ കിടപിടിച്ച് നമുക്ക് ഇവിടെ അതിലും പവർഫുള്ളായിട്ടുള്ള റോക്കറ്റുകൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആശയം ഉരുത്തിരിയുകയും അതിൻ്റെ ഫലമായിട്ടാണ് PSLV എന്നുള്ള പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഏകദേശം 600 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ പോളിന് ചുറ്റുമുള്ള ഒരു ഭ്രമണപഥത്തിൽ നമുക്ക് എത്തിക്കാൻ കഴിയണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൂറ്റൻ റോക്കറ്റുകൾ ഉണ്ടാക്കുക,
അതിൻ്റെ കൺട്രോൾ സിസ്റ്റം ഉണ്ടാക്കുക, നാവിഗേഷൻ സിസ്റ്റം ഉണ്ടാക്കുക, കമ്പ്യൂട്ടർ, ഓട്ടോ പൈലറ്റ്, ഇതൊക്കെയായിരുന്നു PSLV വിഷയം. ആ PSLV ഡെവലപ്മെൻറ്റ് തുടക്കം ഡോക്ടർ ശ്രീനിവാസൻ എൻ്റെ സീനിയറായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. SLV3യിലും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത അദ്ദേഹമായിരുന്നു. അദ്ദേഹമായിരുന്നു തുടങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളായിട്ട് വിട്ടു നിൽക്കേണ്ടി വന്നപ്പോൾ അതിൻ്റെ ചുമതല എൻ്റെ മേൽ വരികയും 84 മുതൽ 93 വരെ ഏകദേശം ഒരു 10 കൊല്ലത്തെ തപസ്യ പോലുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് PSLV എന്നുള്ള ആ ഒരു വലിയ വിക്ഷേപണ വാഹനം നമുക്ക് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞത്. ആ PSLV എന്ന് വെച്ചാൽ അന്ന് 600 കിലോഗ്രാമിൽ തുടങ്ങിയ ഇന്നിപ്പോൾ 1500 കിലോഗ്രാം വരെ ഭൂമിക്ക് ചുറ്റും എത്തിക്കാനുള്ളതും, അതുമാത്രമല്ല ചന്ദ്രനിൽ പോകാനും ചൊവ്വയിൽ പോകാനും ഒക്കെ ഈ PSLV വെഹിക്കിളാണ് നമ്മൾ ഉപയോഗിച്ചത്. പിന്നെയും ഈ സയൻറ്റിസ്റ്റിൻ്റെയും കമ്മ്യൂണിക്കേഷൻ പേലോഡിൻ്റെയൊക്കെ ആവശ്യങ്ങൾ കൂടി വരികയും അതിനുവേണ്ടി വലിയൊരു റോക്കറ്റ് ഉണ്ടാക്കേണ്ടി വന്നു. അതാണ് GSLV എന്നുള്ളത്. അപ്പോൾ GSLVക്ക് ഈ സാധാരണ ഉപയോഗിക്കുന്ന ഖര ഇന്ധനവും ദ്രവ ഇന്ധനവും മാത്രം പോരാ. ഈ ക്രയോജനിക്, അതായത് ഹൈഡ്രജനും ഓക്സിജനും ദ്രവരൂപത്തിലാക്കി വളരെ താപനിലയിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്ന ക്രയോജനിക് എഞ്ചിൻ വേണം. നമുക്കന്ന് സാങ്കേതിക വിദ്യ ഇല്ലാത്തത് കാരണം റഷ്യക്കാരുമായിട്ടൊരു കരാർ ഒപ്പിട്ട് അവിടെ നിന്ന് ഒരു റോക്കറ്റ് എഞ്ചിൻ വാങ്ങിക്കുകയും അതുപയോഗിച്ചിട്ടാണ് ആദ്യത്തെ GSLV പരീക്ഷണം നടത്തിയത്. പക്ഷേ പിൽക്കാലത്ത് റഷ്യ USSR ബ്രേക്കപ്പ് ചെയ്യുകയും റഷ്യൻ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തപ്പോഴേക്കും അവിടുത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അമേരിക്കക്കാരുടെ കൂടുതൽ ഇൻഫ്ലുവൻസ് വരികയും അത് കാരണം ടെക്നോളജി ട്രാൻസ്ഫർ നിർത്തിവെക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെ ക്രയോജനിക് സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിൽ പ്രത്യേകിച്ചും ഒരു 95 മുതൽ 2000 വരെയുള്ള കാലങ്ങളിൽ ഞാൻ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അക്കാലങ്ങളിൽ അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുകയും ആദ്യത്തെ ക്രയോജനിക് എഞ്ചിൻ അവിടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. പിൽക്കാലത്ത് ആ ക്രയോജനിക് എഞ്ചിൻ്റെ വലിയൊരു വേർഷനാണ് ഇന്നിപ്പോൾ GSLV Mark 3യിൽ 25 ടൺ ത്രസ്റ്ററുമായിട്ട് പോകുന്ന ഇൻഡിജിനസ് ക്രയോജനിക് എഞ്ചിൻ. അപ്പോൾ അതിനുള്ള സാധ്യത നമ്മുടെ ഇതിൻ്റെ ഈ GSLV അന്ന് തുടങ്ങിയത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റോക്കറ്റ് സിസ്റ്റമായിരുന്നു. അതിനെ സിംപ്ലിഫൈ ചെയ്യാനും ഭാരശേഷി കൂട്ടാനും വേണ്ടിയിട്ടാണ് GSLV Mark 3 എന്നുള്ള ഇപ്പോഴത്തെ വാഹനം. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് ഈവൻ അമേരിക്കക്കാരുടെ 2 ഉപഗ്രഹങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടുന്ന് വിക്ഷേപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഏകദേശം 6 ടണ്ണോളം ഭൂമിക്ക് ചുറ്റും എത്തിക്കുന്ന ഏറ്റവും കൂടിയ ഭാരമുള്ള ഒരു ഉപഗ്രഹമാണെന്ന് തന്നെ പറയാം. അത് നമുക്ക് വിക്ഷേപിക്കാൻ കഴിഞ്ഞു. അപ്പോൾ GSLV Mark 3 വരാം. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി വളരെ ചെറിയൊരു പെൻസിൽ റോക്കറ്റിൽ തുടങ്ങി GSLV Mark 3യിൽ എത്തി നിൽക്കുകയാണ്. ഡോക്ടർ സാരാഭായി ഇവിടെ തുടങ്ങിയ കാലത്ത് അദ്ദേഹം പറഞ്ഞു, നമുക്ക് വലിയ രാഷ്ട്രങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു രീതിയല്ല ഉള്ളത്. നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക, ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന തത്വം. അതിന് അനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വന്നത്. പക്ഷേ പിൽക്കാലത്ത് 2000-ൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ നിറവേറ്റി കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനാണ് വിഷൻ 2020 എന്ന് പറഞ്ഞിട്ട് ISROയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയത്. അതിലാണ് ഈ പുതിയ മാൻഡ് മിഷനും സ്പേസ് സ്റ്റേഷനും പുതിയ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും എർത്ത് ഒബ്സർവേഷൻ സിസ്റ്റവും ഒക്കെ ആയിട്ട് വലിയ പടുകൂറ്റൻ റോക്കറ്റുകളും മറ്റുമൊക്കെ ആയിട്ട് വിഭാവനം ചെയ്യാനും അങ്ങനെ രാഷ്ട്രത്തിന് തന്നെ ഒരു പുതിയൊരു മാർഗരേഖ സ്പേസ് പ്രോഗ്രാമിന് വേണ്ടി എഴുതി ഉണ്ടാക്കാനും കഴിഞ്ഞത്. ഇതിപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എവോൾവിങ് പ്രോസസ്സായി എന്ന് പറയാം. ആദ്യം ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചതല്ല, ആ ലക്ഷ്യം താനേ എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരികയായിരുന്നു. ഞാൻ അതൊരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ആണെന്നാണ് കരുതുന്നത്. എൻ്റെ മുമ്പിൽ വളരെയേറെ വെല്ലുവിളികൾ ഉയർത്തുകയും ആ വെല്ലുവിളികൾ നേരിടാനുള്ള അറിവും കഴിവും എനിക്ക് തരികയും എൻ്റെ സഹപ്രവർത്തകരെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത തെളിയിച്ചു തരികയും ചെയ്തത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിൽക്കാലത്ത് 2000-ന് ശേഷം
ഇസ്രോയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതുകയും ഇന്നിപ്പോൾ നമ്മളെ ഗഗൻയാൻ പുതുതായിട്ട് ആസ്ട്രോനോട്ടിനെ കൊണ്ടുപോകാനുള്ള ആ പരിപാടിക്ക് അടിത്തറ വെട്ടുക, ഈ GSLV Mark 3 വാഹനം വിഭാവനം ചെയ്യുക, അത് റിയലൈസ് ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യും. ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ടെലിമെഡിസിൻ, ടെലി എഡ്യൂക്കേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇങ്ങനെ പല മേഖലകളിലും പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരികയും സാധാരണക്കാരുടെ ജീവിതശൈലി തന്നെ മാറ്റി എഴുതാനും കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ചന്ദ്രയാൻ 1 ഡോക്ടർ കസ്തൂരിരംഗൻ ചെയർമാനായിരുന്ന സമയത്ത് തന്നെ സയൻസ് കോൺഗ്രസ്സിൽ വെച്ച ഒരു ആശയമായിരുന്നു. നമുക്ക് PSLV റോക്കറ്റ് ഉപയോഗിച്ച് ചന്ദ്രനിലേക്ക് ഉപഗ്രഹം അയക്കാൻ കഴിയും, അതുവഴി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി ശാസ്ത്ര ലോകത്തോട് ചോദിക്കുകയുണ്ടായി. പക്ഷേ അവരുടെ ആ റെസ്പോൺസ് അത്ര വളരെ വാമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഏറ്റെടുക്കുമ്പോൾ അതൊരു നേസൻ സ്റ്റേജിലായിരുന്നു, ഒരു കൺസെപ്റ്റ് ഇങ്ങനെ എവോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടായിട്ട് മാറ്റുക, അതിൽ എന്തൊക്കെയാണ് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് നടത്തേണ്ടത്, എന്തൊക്കെ ഉപകരണങ്ങൾ കൊണ്ടുപോകണം, എങ്ങനെ അതിൽ ഫൈനൽ ഓർബിറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ദീർഘമായിട്ടുള്ള സ്റ്റഡികൾ നടത്തുകയും അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുത്ത് അപ്രൂവ് ആക്കുകയും ചെയ്തു. എന്നിട്ട് ഒരു ലക്ഷ്യമിട്ടു, 4 കൊല്ലത്തിനുള്ളിൽ തന്നെ ആ പ്രോജക്റ്റ് നടപ്പാക്കുക എന്നുള്ളത്. അത് വളരെ വെല്ലുവിളിയായിട്ട് തന്നെ എടുക്കുകയും ചെയ്തു. നോക്കി വന്നപ്പോൾ ഏകദേശം ഒരു 30 കിലോഗ്രാമോളം ഭാരം പിന്നെയും ബാക്കിയുണ്ട്. അതുപയോഗിച്ച് നമുക്കൊരു ഇൻ്റർനാഷണൽ കൊളാബറേഷൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി സാധ്യതകൾ ആരാഞ്ഞു. അങ്ങനെ നോക്കി വന്നപ്പോൾ അമേരിക്കക്കാരുടെ തന്നെ പല ഉപകരണങ്ങളും അവർക്ക് ലോഞ്ച് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത കാരണം അവർ വച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ പറ്റൊക്കെ അവിടെ നിന്നുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മളിവിടെ കൊണ്ടുവരികയും അതുമായിട്ട് നമ്മുടെ ചന്ദ്രയാനിലേക്ക് കൂട്ടിയിണക്കുകയും അതുമായിട്ട് ലോഞ്ചിങ്ങിന് തയ്യാറാക്കി. ഈ ലോഞ്ചിങ്ങിൻ്റെ പരിപാടികൾ ഏകദേശം പകുതി പുരോഗതിക്കുന്ന സമയത്താണ് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ അബ്ദുൽ കലാം ഒരു ചോദ്യം ചോദിച്ചത്, നമ്മൾ ചന്ദ്രനിൽ പോകുന്നുണ്ട്, പക്ഷേ അവിടെ ഒരു കൊടി നാട്ടാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനുള്ള സാങ്കേതിക നമുക്കില്ല, നമ്മളിപ്പോൾ ചന്ദ്രന് ചുറ്റും പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നിർബന്ധമായി പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾ അവിടെ ഒരു കൊടി സ്ഥാപിക്കണം. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് വെർച്വലി ആ സാറ്റലൈറ്റിൻ്റെ കോൺഫിഗറേഷൻ തന്നെ റീറൈറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അതുവഴി ഒരു മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന് പറഞ്ഞാൽ ഒരു പേടകം ഉണ്ടാക്കുകയും അതിൽ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഇംപ്ലാന്റ് ചെയ്യുകയും ഈ മൂൺ ഇമ്പാക്ട് പ്രോബ് സാറ്റലൈറ്റ് എന്ന് വേർപെടുത്തി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ചന്ദ്രനിലേക്കുള്ള 4 ലക്ഷം കിലോമീറ്ററുള്ള യാത്ര വളരെ കഠിനമായിട്ടുള്ള ഒന്നാണ്. ഭൂമിക്ക് പുറത്തേക്ക് പോകാനായിട്ട് 11 km/s മുകളിൽ വേഗത കൊടുക്കണം. ആ വേഗത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോളിലല്ല, അത് മറ്റ് ഗ്രഹങ്ങളുടെയും ചൊവ്വയുടെയും സൂര്യൻ്റെയൊക്കെ ഇൻഫ്ലുവൻസാണ്. അപ്പോൾ അത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നതിനെ പറ്റി നമുക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കിയാൽ റഷ്യയും അമേരിക്കയും ഒക്കെ ആദ്യത്തെ വിക്ഷേപണമൊക്കെ പരാജയമായി തന്നെ ആയിരുന്നു. 3-4 വിക്ഷേപണം കഴിച്ചിട്ടാണ് രക്ഷത്. നമ്മുടെ ആദ്യത്തേതിനെ സക്സസ് ആവണമെന്നുള്ള ഒരു വാശിയുണ്ടായിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് ഈ ഭ്രമണപഥം നമ്മൾ പടിപ്പടിയായി ഉയർത്തുകയും ഓരോ സ്റ്റേജിലും ഈ ഓർബിറ്റൊക്കെ കാലിബ്രേറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് റോക്കറ്റിൻ്റെ ഗതി നിർത്തുകയും അവസാനം ചന്ദ്രൻ്റെ ഏകദേശം ഒരു 10 കിലോമീറ്റർ അടുത്ത് വരെ വളരെ കൃത്യമായിട്ട് എത്താനും കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ സാറ്റലൈറ്റിൻ്റെ ത്രസ്റ്റർ ഉപയോഗിച്ച് അതിൻ്റെ ഭ്രമണപഥം മാറ്റി അതിന് ചന്ദ്രന് ചുറ്റും പോയി തുടങ്ങി. അതിൻ്റെ 3D ഹൈറ്റും ഡെപ്തും ഒക്കെ അറിയാൻ കഴിയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഏകദേശം ഒരു 10 മീറ്റർ റെസൊല്യൂഷനുള്ള 3D പിക്ചേഴ്സാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞത്. ഏകദേശം 2 കൊല്ലം കൊണ്ട് പരിപാടി തീർക്കാനായിരുന്ന പരിപാടി. പക്ഷേ ഏകദേശം ഒരു 1-1.5 കൊല്ലം കൊണ്ട് തന്നെ ആ സാറ്റലൈറ്റിൻ്റെ കേടുവന്നു. ആ 1.5 കൊല്ലത്തിനുള്ളിൽ ഏകദേശം 90% സർഫസ് നമുക്ക് മാപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം അതിൻ്റെ അവിടെയുള്ള മിനറൽസ് എന്തൊക്കെയാണ്, അവിടെ ഹീലിയം-3 ഉണ്ടോ, മെഗ്നീഷ്യം ഉണ്ടോ, മറ്റു റെയർ എലിമെൻറ്റ്സ് ഉണ്ടോ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കണ്ടുപിടുത്തം ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്ന് തെളിയിക്കുകയായിരുന്നു. പലരും അവിടെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ വെള്ളമുണ്ടെന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ നമ്മുടെ ഉപഗ്രഹത്തിലെ സിഗ്നൽസ് ഉപയോഗിച്ച് അത് കൺഫേം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടം. പിന്നെയുള്ളത്
അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നുള്ള മിഷൻസ് ചെയ്തത്. ചന്ദ്രയാൻ 3 വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ റോബോട്ടിക് എക്സ്പ്ലോറേറ്ററെ ചന്ദ്രൻ്റെ സൗത്ത് പോളിലെത്തിക്കുകയും അവിടെ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് നമ്മുടെ നേരത്തെ റിമോട്ട് സെൻസിങ് ഉപയോഗിച്ച് കളക്ട് ചെയ്ത ഡേറ്റ കറക്റ്റാണെന്ന് തെളിയിക്കുകയും ചെയ്തത്. അപ്പോൾ ഇത് ലോക ചരിത്രത്തിൽ നോക്കുമ്പോൾ വളരെ വലിയൊരു സംഭവമാണ്. വളരെ ആദ്യത്തെ പരീക്ഷണം തന്നെ വിജയമാവുക, ഇത്രയും കോംപ്രഹെൻസീവായിട്ടുള്ള സയൻറ്റിഫിക് ഡേറ്റ കളക്ട് ചെയ്യുക, അത് നമ്മുടെ രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല, ലോകത്തെ എല്ലാ ശാസ്ത്രജ്ഞർക്കും അക്സസിബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക, ഇതൊക്കെ വലിയൊരു നേട്ടമായി തന്നെ നമുക്ക് കരുതാവുന്നതാണ്. PSLVയും GSLVയും ഇന്നിപ്പോൾ ഇന്ത്യയിലെ വർക്ക്ഹോഴ്സ് ലോഞ്ചേഴ്സ് എന്ന് തന്നെ പറയാം. അതായത് കൊമേഴ്സ്യലായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളുടെയും ആവശ്യങ്ങളും ഈ റോക്കറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് നിറവേറ്റാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ലോകത്തെ ഈ സാറ്റലൈറ്റ് വിക്ഷേപണ രംഗത്ത് വലിയൊരു ശക്തിയായിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞു. പിന്നെ ഉപഗ്രഹങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, നേരത്തെ ഞാൻ IRS ഉപഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു. അത് അന്ന് തുടങ്ങിയത് ഏകദേശം ഒരു 100-150 മീറ്റർ റെസൊല്യൂഷനെ കാണുള്ളൂ. വലിയൊരു ട്രെയിലറോ ട്രെയിനോ ഒക്കെ നമുക്ക് അത് ഇന്നത്തെ ഉപഗ്രഹങ്ങൾ വെച്ച് നമുക്കൊരു ചെറിയൊരു കാറ് പോലും റോഡിൽ പോകുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതായത് 1 മീറ്ററിന് താഴെയുള്ള ഓബ്ജക്റ്റ് വരെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഉപഗ്രഹങ്ങളുടെ ശേഷി നമുക്ക് IRS സീരീസ് വന്നിട്ടുണ്ട്. പിന്നെ രാത്രികാലങ്ങളിലും മഴക്കാറുള്ളപ്പോഴൊക്കെ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് റഡാർ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ മേഖലകളിലാണെങ്കിൽ വളരെയേറെ വിപ്ലവം സൃഷ്ടിച്ചതാണ് DTH എന്നുള്ളത്. അതായത് സാറ്റലൈറ്റ് വഴി നേരിട്ട് വീട്ടിൽ ടെലിവിഷൻ സിഗ്നൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇന്നിപ്പോൾ രാജ്യത്തെ ഏത് ഭാഗത്ത് ചെന്നാലും ഒരു ചെറിയൊരു ഡിഷില്ലാത്ത സ്ഥലം കാണില്ല. അതിൽ കൂടെ 100-150 ചാനലുകൾ ഒരേ സമയം കൊടുക്കുകയാണ്. അത് ഉപഗ്രഹം വഴിയാണ് സാധിക്കുന്നത്. അതിന് തുടക്കം കുറിച്ചത് ഏകദേശം ഒരു 90s പക്ഷേ ഇന്നിപ്പോൾ അത് നമ്മളിപ്പോൾ വേൾഡ് ക്ലാസ് സാറ്റലൈറ്റ്സ് അതിനു വേണ്ടി ഉണ്ടാക്കാനും അതിന് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ഇത് ഹയർ ചെയ്ത് വെക്കാനും കഴിയുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ സാങ്കേതിക വിദ്യയൊക്കെ നമ്മൾ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നുള്ളതാണ്. ഈ അഗ്രികൾച്ചർ ഫീൽഡായാലും ഈ പാഡി ഫീൽഡായാലും വീറ്റ് ഫീൽഡായാലും അതിലൊക്കെ എങ്ങനെയൊക്കെയാണ് പ്രോഗ്രസ് വരുന്നത്, അവിടെ എന്തൊക്കെ ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്, അവിടെ എന്തൊക്കെ ഇൻ്റർവെൻഷൻ നടത്തുമെന്നുള്ളത്. ഇതിൽ ഫിഷറീസിലാണെങ്കിൽ എവിടെയൊക്കെ പോയി ഫിഷ് കൂടുതൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് ഫിഷർമെനെ ഡയറക്റ്റ് ചെയ്യുക, അതുവഴി അവരുടെ ഇൻകം കൂട്ടുക. പിന്നെ ഇതിലൊക്കെ ഉപരിയായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതായത് സൈക്ലോൺ ആയിട്ടുള്ള പ്രതിഭാസങ്ങൾ വരുമ്പോൾ നേരത്തെ തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് അത് ഏത് ഭാഗത്താണ് ചെന്ന് വീഴാനുള്ള സാധ്യതയുള്ളത്, അപ്പോൾ അവിടുത്തെ കൂടുതൽ പ്രിക്കോഷൻ എടുക്കുകയും ഡാമേജസ് ഒഴിവാക്കാനുള്ള സംവിധാനമൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ലോകത്തിലെ പ്രത്യേകിച്ചും ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്തരം മേഖലകളിലൊക്കെ നമ്മളിപ്പോൾ വളരെയേറെ പ്രാഗൽഭ്യം നേടുകയും അത് ജനപ്രയോജനമായിട്ടുള്ള പദ്ധതികളായി മാറ്റുകയും ചെയ്തിട്ടുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിലാണ്. റോക്കറ്റ് സാങ്കേതികവിദ്യയായാലും ഉപഗ്രഹ സാങ്കേതികവിദ്യയായാലും എർത്ത് ഒബ്സർവേഷനിലായാലും അതിൻ്റെ ആപ്ലിക്കേഷനായാലും. ഇതോടൊപ്പം തന്നെ നമ്മൾ ചന്ദ്രനിൽ പോയി ചന്ദ്രനിൽ ജലസാന്നിധ്യം ഉണ്ടെന്ന് അറിയിച്ചു. അതുമാത്രമല്ല, ചന്ദ്രനിലെ സൗത്ത് പോളിൽ നമ്മുടെ ഒരു പേടകം ഇറക്കി അവിടെ പരീക്ഷണങ്ങൾ നടത്തി. ഇതൊക്കെ ലോകത്തിലെ ആദ്യമായി നടത്തിയ സംഭവങ്ങളാണ്. അപ്പോൾ ലോകത്തിലെ ഈ എന്താ പറയുക പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ പോലും നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ISRO എന്ന് പറയുന്നത് വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണെന്ന് പറയാം. അവിടുത്തെ വർക്ക് കൾച്ചർ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വളരെയേറെ വ്യത്യാസമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ചെന്ന് ചേരാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഭാഗ്യമാണ്. അതിൻ്റെ അടിസ്ഥാന കാര്യം ഡോക്ടർ സാരാഭായി തുടങ്ങി വെച്ച ആ ഒരു സംവിധാനമാണ്. അദ്ദേഹം ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുക, ആ കഴിവുകളെല്ലാം കൂട്ടിയിണക്കി വളരെയേറെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, അങ്ങനെ ഒരു പ്രവർത്തന ശൈലി, ഒരു ടീം വർക്ക് ഉണ്ടാക്കുക.
എടുത്തു പറയുന്ന ഒരു സംഭവം, ആദ്യത്തെ SL3 ഫെയിലിയറായി. അന്ന് പ്രൊഫസർ ധാവനായിരുന്നു ഞങ്ങളുടെ ചെയർമാൻ. ലോഞ്ചിങ് കഴിഞ്ഞ ഉടനെ തന്നെ പ്രസ് കോൺഫറൻസ് വിളിച്ചു. പ്രസ്സിലെ ആൾക്കാർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയേറെ കോടികൾ നിങ്ങൾ കടലിൽ കൊണ്ടിട്ടു, അതൊക്കെ പറഞ്ഞ് ചീത്ത പറയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം വളരെ ബോൾഡായിട്ട് പറഞ്ഞു, യെസ് വി ഹാവ് ഫെയിൽഡ് ബട്ട് വി വിൽ കം ബാക്ക്. എന്നിട്ട് അദ്ദേഹത്തിനോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്, ആർ യു ഗോയിങ് ടു ടേക്ക് പണിഷ്മെൻറ്റ് പെനൽറ്റി ആക്ഷൻ ഓൺ ഹിം? He said, I am responsible for everything, so I take the whole responsibility for a failure. This is the message he gave. Then on contrast to this, അടുത്ത ലോഞ്ച് വന്നപ്പോഴേക്കും അടുത്ത ലോഞ്ച് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. എല്ലാം സക്സസ്, എല്ലാവരും കൈയടിയായി, ആഘോഷമായി. ആ സമയത്ത് പ്രൊഫസർ ധാവൻ പുറകെ നിൽക്കുകയാണ്. ഡോക്ടർ കലാമിനെ മുമ്പിലേക്ക് തള്ളിവിട്ടു. ഡോക്ടർ കലാമാണ് പ്രസിനെ അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ ആ സക്സസ് വന്നപ്പോഴേക്കും അതിൻ്റെ ക്രെഡിറ്റ് ടീം ലീഡർക്ക് കൊടുത്തു. ഫെയിലിയർ വന്നപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് ടോപ്പ് മാനേജർ എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വേറെ ഒരു ഓർഗനൈസേഷനും ഉണ്ടെന്നല്ല. അത് പലപ്പോഴും തെറ്റുപറ്റിക്കാം, മനഃപൂർവ്വമായിരിക്കില്ല. പക്ഷെ ആ തെറ്റ് വരുമ്പം അയാളെ പിടിച്ച് വഴക്ക് പറയുകയോ പണിഷ് ചെയ്യുകയോ അല്ലാതെ എൻകറേജ് ചെയ്ത് അയാളിൽ നിന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ചെയർമാൻമാരുടെ ആ ശൃംഖല നോക്കുമ്പോൾ ഡോക്ടർ വിക്രം സാരാഭായി, പ്രൊഫസർ സതീഷ് ധവൻ, ഓഫ്കോഴ്സ് MG കുറച്ച് സാറുണ്ടായിരുന്നു. അതിനുശേഷം പ്രൊഫസർ UR റാവു, ദെൻ കസ്തൂരി രംഗൻ. അപ്പോൾ ആ നിലയിലാണ് ഞാൻ ചുമതല ഏറ്റെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ദൃഢനിശ്ചയം അവർ കെട്ടിപ്പടുത്തിട്ടുള്ള ആ അടിത്തറയിൽ നിന്നും പിന്നെ മുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ യാതൊരു കോട്ടവും തട്ടാതെ അവർ കൺസീവ് ചെയ്തിട്ടുള്ള ആ പരിപാടികൾ പൂർത്തീകരിക്കാനാണ് ആദ്യത്തെ ലക്ഷ്യമായിട്ടെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചന്ദ്രയാൻ 1 വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഞങ്ങൾ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അത് നടത്തുകയും ചെയ്തത്. പണ്ട് മുതലേ തന്നെ ഡോക്ടർ സാരാഭായിയുടെ ആശയം ഈ സാങ്കേതികവിദ്യ സാധാരണക്കാർക്ക് എത്തിച്ചെടുക്കുക എന്നുള്ളത്. അന്ന് ഈ വെതർ ഫോർകാസ്റ്റിംഗ് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സാറ്റലൈറ്റ് കൽപ്പന ചൗളയുടെ പേരിൽ നമ്മൾ ലോഞ്ച് ചെയ്യുണ്ടായി. പിന്നെയുള്ളത് ഈ റിമോട്ട് വില്ലേജസിൽ എഡ്യൂക്കേഷനും മെഡിക്കൽ ഫെസിലിറ്റീസും എത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടെലിമെഡിസിനും എഡ്യൂക്കേഷനും എന്നുള്ള പ്രോഗ്രാം. അതായത് ഒരു എക്സ്പേർട്ട് ടീച്ചർ സിറ്റിയിലായിരിക്കും ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ക്ലാസ് റൂം സാറ്റലൈറ്റ് വഴി ഈ വില്ലേജസ് സ്കൂളിൽ എത്തിച്ചു കൊടുക്കുകയും ആ സ്കൂൾ കുട്ടികൾക്ക് ഈ അധ്യാപകനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. അതാണ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇവിടെ കേരളത്തിൽ തന്നെ അന്ന് തുടങ്ങിയ ആ ഒരു ചാനലാണ് ഇന്നിപ്പോൾ വിക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ എഡ്യൂക്കേഷൻ ചാനൽ വന്നിട്ടുള്ളത്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടെലിമെഡിസിൻ രാജ്യദേശം 300ഓളം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനെ ലിങ്കപ്പ് ചെയ്ത് രാജ്യത്തെ പല റിമോട്ട് വില്ലേജസിലുള്ള സാധാരണക്കാർക്ക് അവിടെ ഇരുന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ടേഷൻ കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കണേ. പ്രത്യേകിച്ചും ഈ ഡിഫൻസ് സർവീസിനൊക്കെ വളരെ വലിയൊരു ഗുണമായിട്ട് മാറി. പിന്നെ അന്ന് വെതർ ഫോർകാസ്റ്റിനൊക്കെ വളരെ ചുരുങ്ങിയ സംവിധാനമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡിസാസ്റ്റർ വാർണിംഗ് സിസ്റ്റം അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി. നമുക്ക് ഈ GPS ആണ് നമ്മുടെ നാവിഗേഷൻ സിസ്റ്റം എല്ലാവരും ഉപയോഗിക്കുന്നത്. നേരെ വെച്ച് നമ്മുടെ സെക്യൂരിറ്റി നീഡ്സിനും മറ്റുമൊക്കെ ആയിട്ട് നമ്മുടേതായിട്ടുള്ള ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സിസ്റ്റം അത് കൺസീവ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളതും ഒരു പുതിയൊരു ആശയം തന്നെയായിരുന്നു. ഇനി അടുത്ത പടി എന്താണ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുക, അവരെ സേഫായിട്ട് തിരികെ ഭൂമിയിൽ എത്തിക്കുക, ഇതാണ് അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. ഗഗൻയാൻ പരിപാടി പുരോഗമിക്കുന്നുണ്ട്. അടുത്ത 1-2 കൊല്ലത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വിജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ പുതിയ സാങ്കേതിക വിദ്യകളും വളരെ വലിയ റോക്കറ്റുകളും വലിയ വലിയ പേടകങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായി തീരാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.